എല്ലാ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ, അതായത് നമ്മളെ ഉച്ചഭക്ഷണമൊക്കെ അടക്കം അങ്ങനെയുള്ള പല വിശേഷങ്ങൾ ചേർത്തുകൊണ്ട് ഇന്ന് വളരെ സ്പെഷ്യലായിട്ടൊരു ഉച്ചഭക്ഷണം കൂടിയാണ്. നമുക്കിന്ന് പൂരിയുണ്ട്, ചിക്കൻ കറി, അങ്ങനെ അതാണ് ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് പകരം. അപ്പം അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളെല്ലാം ചേർത്തുകൊണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. ഇപ്പം ഇന്നലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പച്ചക്കറി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് ശനിയാഴ്ച, നല്ല ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ ഉള്ളി, തക്കാളി, അതിൽ കിഴങ്ങുണ്ട് നമുക്ക്, അത് 3 ആയി. പിന്നെ ഇപ്പോൾ നമുക്കിതാ ഇനി വരുന്നത് നമുക്കിതാ മാങ്ങ, ഇത് 3 മാങ്ങയാണ്. അങ്ങനെ കവർ തന്നെയാണ്, അതിന് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ തന്നെ വെക്കാമല്ലോ. 3 മാങ്ങ. പിന്നെ ഇതാ നമുക്ക് വെണ്ടയ്ക്ക, കേബേജ്, പച്ചക്കറികൾ. പിന്നെ നമുക്ക് ഇതാ ഒരു മത്തൻ, മധുരക്കിഴങ്ങ്, വലിയൊരു കിഴങ്ങ് തന്നെയാണ്. വെള്ളരിക്കയുണ്ട്. പിന്നെ ഇതാ നമുക്ക് ചെറുനാരങ്ങ, ചേമ്പ്, ക്യാരറ്റ്, ഇഞ്ചി, കത്രിക്ക, അതൊക്കെയാണ് ഇപ്പോൾ ഇതിൽ. ഈ ഒരു കവറിൽ നമുക്ക് ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ. ഇതിൽ പിന്നെ നമുക്ക് ആദ്യം ബ്രെഡ്, എലൈറ്റിൻ്റെ ബ്രെഡ്, പിന്നെ ഇപ്പോൾ ഉണക്കമീൻ, ഇത് പാക്കറ്റാണ്. പിന്നെ നേന്ത്രപ്പഴം, കറിവേപ്പില, പിന്നെ ഇതാ നല്ല നാടൻ മുരിങ്ങക്കായ, ഇത് നാടനാണ്. കോളിഫ്ലവർ, ഇത് പിന്നെ തണ്ണിമത്തൻ, പിന്നെ ഇതാ 2 ബിസ്ക്കറ്റ് യൂണിബിക്ക്. ചോക്കോ ആണ് ഒന്ന് ഓറഞ്ച്. ഇടയ്ക്ക് ഒരു ബിസ്ക്കറ്റ് കഴിക്കണ പതിവുണ്ട്. പിന്നെ നമ്മളെ പൂച്ചക്കൊക്കെ വേണം ഇടയ്ക്കൊരു ബിസ്ക്കറ്റ്. ഇത്രയും ആണ് നമ്മളിപ്പോൾ ഇന്ന് വാങ്ങിയത്. അപ്പോൾ വെച്ചാൽ 2-3 ദിവസം ഞാൻ യാത്രയിലായിരുന്നു. അപ്പോൾ അമ്മയും ഇവിടെ ഇല്ലല്ലോ, വീട്ടിൽ ആളില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊക്കെ പുറത്തുനിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിരുന്നത്. ഇപ്പോൾ ഇനിയിപ്പോൾ അന്ന് പിന്നെ എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങി, ശനിയാഴ്ച എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഇനി എന്താ വെച്ചാൽ നമുക്ക് ഇനി സാധാരണ പോലെ അവിടെ വീട്ടിൽ വേണ്ടല്ലോ. മറ്റു പച്ചക്കറി എല്ലാം ഫ്രിഡ്ജിലൊക്കെ കാര്യമായിരുന്നു. അപ്പോൾ ഇനി ഇതാണ് ഒക്കെ എല്ലാം റെഡിയായി. ഇതാ പിന്നെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ഒരു 10 മണിയായിട്ടുള്ളൂ രാവിലെ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കറിയൊക്കെ ഉണ്ടാക്കി. അപ്പം അമ്മ ഇതാ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഈ സമയത്തുള്ള സ്ഥിരം ഇതാണ് നമ്മളെ പൂച്ചക്കുട്ടി ഇങ്ങനെ കാൽമുൽ വന്ന് ഇങ്ങനെ ഉരസിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ കാലുമിലായിരിക്കും, പക്ഷേ അമ്മേൻ്റെ കാലുമിലാണ് കൂടുതൽ. ഇങ്ങനെ കാലിൻ്റെ അവിടെ ഉരസി ഇങ്ങനെ ഇരിക്കുക തന്നെ, ഇങ്ങനെ നമ്മളെ കളിപ്പിക്കുകയാണ്. ഞാൻ അതിനനുസരിച്ച് ചിലപ്പോൾ ഇങ്ങനെ തലോടി കൊടുത്താൽ മതി കൈ കൊണ്ട്. ഭയങ്കര ഇഷ്ടമാണ്, അതൊരു പതിവായിട്ടുണ്ട്. അല്ല ഞാൻ അങ്ങനെ പോവില്ല, അവിടെ തന്നെ ഇരുന്നുകൊണ്ടിരിക്കും.
രാവിലത്തെ ചായ പലഹാരം കഴിഞ്ഞു, ദോശ. അപ്പോൾ 8 മണി കഴിഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിന്ന് ചിക്കൻ അത് വാങ്ങാൻ പോകണം. ഇപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, വളരെ സ്പെഷ്യലായിട്ട്. ഇപ്പോൾ ഞായറാഴ്ചയാണല്ലോ. അപ്പോൾ ഏതായാലും ചിക്കൻ കറിയാണ്. പിന്നെ ഇപ്പോൾ പൂരിയാണ് അതിലേക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ചോറല്ല ഉണ്ടാക്കുന്നത്, പൂരി പിന്നെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന്. അപ്പോൾ ചിക്കൻ വാങ്ങാൻ പോട്ടെ. അപ്പോൾ ഏതായാലും നമുക്ക് ചിക്കൻ ആക്കാം അല്ലേ. ഏതായാലും നമുക്ക് എങ്ങനെയായാലും കുറച്ചങ്ങോട്ട് പോകണം, അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച രാവിലത്തെ കാഴ്ചകളാണ്. എന്തായാലും ഇവിടുന്ന് ചിക്കനൊക്കെ വാങ്ങി ഞാൻ പോട്ടെ. ഇപ്പോൾ 3/4 കിലോ ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാനുണ്ട്. അത് ചിക്കൻ അവിടെ കഴുകിയൊക്കെ വെച്ച് ഞാൻ പോയതാണ്. മാങ്ങയ്ക്ക് ഇപ്പോൾ നമുക്ക് മാങ്ങ ഒരു കാര്യം ചെയ്യാം. ഇതിങ്ങനെ നാടൻ മാങ്ങയല്ലേ, ഇതിലേക്കൊണ്ട് ഇട്ട് വെച്ചാൽ പരന്ന് കിടന്നോട്ടെ. ഒന്ന് കാറ്റൊക്കെ തട്ടി കുറച്ച് മാങ്ങ നമുക്ക് പഴുപ്പിക്കുക ചെയ്യാം അല്ലേ. അച്ചാറ് ഇടും ചെയ്യാം അല്ലേ. അച്ചാറ് ഇടാം. ഉഗ്ര നാടൻ മാങ്ങ നല്ല. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ചങ്ങോട്ട് പോകാനേ ഉള്ളൂ, ചെറിയച്ഛൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടുന്ന് തന്നതാണ്. ഏകദേശം നല്ല മൂത്ത തന്നെയാണ് പഴുക്കണത്. പഴുക്കട്ടെ, പഴുപ്പിക്കാം. പച്ചയ്ക്ക് മാങ്ങാപ്പേരിക്കിനും ഒക്കെ പറ്റും. പിന്നെ മീൻകറിയിലും അത് എല്ലാവരും പറ്റും. മാങ്ങയ്ക്ക് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, പച്ചമാങ്ങയും പഴുത്ത മാങ്ങയൊക്കെ ആയിട്ട് പല രൂപത്തിൽ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ആ ചിക്കൻ്റെ കറി ഉണ്ടാക്കട്ടെ. മാങ്ങയൊക്കെ കൊണ്ടുവന്ന ശേഷം ഇപ്പം നമുക്ക് നല്ല സ്പെഷ്യലായിട്ട് ഞായറാഴ്ച ദിവസം ഒന്ന് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണ്. നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അമ്മ പിന്നെ വറുത്തിടാനുള്ള ചെറിയ ഉള്ളിയൊക്കെ അരിയുണ്ട് ഇവിടെ. നമ്മൾ സാധാരണ അതായത് സാമ്പാർ ഇതൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കുന്നത്, വഴറ്റിയിട്ടല്ല. ഒക്കെ ഉണ്ടാക്കിയിട്ട് വറുത്തിടുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പതിവ് ഗ്രീൻ ടീ അതുണ്ടാക്കി കുടിക്കണം. ഉണ്ടാക്കിയെന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ കുടിക്കണം. അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് പൂരിക്കുള്ള ഗോതമ്പ് പൊടി അത് നമുക്ക് കുഴച്ച് വെക്കാണ്ട്, അതൊക്കെ ഇവിടെ റെഡിയാക്കി വെക്കട്ടെ. കറി ഇത് അവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ടോ, നല്ല കുറച്ച് വെള്ളത്തോട് കൂടി തന്നെയാണ്. പിന്നെ കുറച്ചുകൂടിയൊക്കെ പറ്റും. അപ്പോൾ കറി ഏതായാലും ചെറിയ ഉള്ളി വറുത്തിടുകയാണ് അമ്മ. അങ്ങനെയാണ് നല്ല രസമാണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. എനിക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയാണ്. അമ്മയ്ക്ക് വഴറ്റിയിട്ടാണ് ഇഷ്ടം, പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ വെക്കൽ ഉണ്ട് ഞങ്ങൾ. അപ്പോൾ കൂടുതലും ഇങ്ങനെ ഉണ്ടാക്കൽ. നമ്മൾ ചിക്കൻ്റെ കറി അതൊക്കെ ഇവിടെ റെഡിയായി. ഇന്നിപ്പോൾ ഇത് തന്നെ ഉള്ളൂ കാര്യമായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കൽ. പിന്നെ ഇപ്പം ഇനി പൂരി ഉണ്ടാക്കാണ്ട്. ഞാനേതായാലും ഗ്രീൻ ടീ കുടിക്കട്ടെ. പൂരിയൊക്കെ പരത്തൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം. നമ്മൾ ചിക്കൻ കറി ഇവിടെ ആയി. നമ്മൾ സാധാരണ നാടൻ തരത്തിലുള്ളൊരു വെപ്പ്. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് പൂരി ഉണ്ടാക്കൽ. പൂരി പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ്.
കൂടുതലും രാവിലെയാണ് ഞങ്ങൾ പൂരി ഉണ്ടാക്കല്. ഇന്നിപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി നമ്മൾ ഉച്ചയ്ക്ക് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ രസമാണ് ഉച്ചയ്ക്ക് പൂരി അതുപോലെ ചിക്കൻ കറിയൊക്കെ. അപ്പം അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം. ഇടയ്ക്ക് അങ്ങനെയും വേണമല്ലോ ഒരു മാറ്റം. വെളിച്ചെണ്ണ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതിയൊരു പാക്കറ്റ് വാങ്ങിയത് ഇവിടെ ഉണ്ട്. ഈ മാസം വാങ്ങിയത് തന്നെയാണ്. അതിപ്പോൾ എടുക്കുന്നേ ഉള്ളൂ. നേരത്തെ വാങ്ങിയത് തന്നെ ഒക്കെ അത് കഴിഞ്ഞു. പൂരി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു. ഇതാണ്ട് ഒഴിച്ചേക്കട്ടെ. 900 ml ആണ് ഈ ഒരു പാത്രത്തിൽ ഉള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറി പൂരി എല്ലാം ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ഇനി ഊണഴിക്കുന്ന ഒരു ഇതേ ഉള്ളൂ. സമയമാവട്ടെ. ഞങ്ങളിതൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചാണ് ഞായറാഴ്ച. എന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എന്നാണ്ട് കഴിയുമല്ലോ. ഒക്കെ റെഡിയാക്കി വെച്ച് പിന്നെ സ്വസ്ഥമായിട്ട് ഇരുന്ന്. അപ്പം ഇന്നിപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി അതിന് ഊണഴിക്കാൻ ഉള്ള സമയമാവട്ടെ. നമ്മുടെ ചിക്കൻ കറി ഏതായാലും നമുക്ക് പാത്രത്തിൽ ഉണ്ടാക്കാം. നമുക്ക് ഏതായാലും കഴിക്കാൻ ആയി. നല്ല പാത്രത്തോളൂ. അമ്മയ്ക്ക് ഒരു 3 പൂരി. നമ്മൾ മൊത്തം 11 പൂരിയാണ് ഉണ്ടാക്കിയത്. പിന്നെ പൂച്ചയ്ക്കും വേണം. പൂച്ചയ്ക്ക് പൂരി നല്ല ഇഷ്ടമാണ്. കുറച്ചൊരു കറിയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചോറിനും പറ്റും ഇതിങ്ങനെ കറിയാക്കിയിട്ട് ഉണ്ടാക്കുമ്പോൾ. ഞാനും കഴിക്കട്ടെ. അമ്മയ്ക്ക് പിന്നെ 3 മതി. ഞാനൊരു 5 എടുത്തു. പിന്നെ ഒരു 3 ബാക്കിയുണ്ട്. 3 എന്ന് പറയാനില്ല, ഇനി പൂച്ചയ്ക്കും കൊടുത്താൽ അധികമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത് വളരെ പൂരി എനിക്ക് നല്ല ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ മസാലക്കറിയും വേണം പൂരിക്ക്. ഇത് പിന്നെ കുറുമയൊക്കെ പറ്റും. ഇത് നല്ല രസമാണ്. ഉച്ചയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഇനി ഊണൊഴിക്കൽ കഴിഞ്ഞ് മൂവാണ്ടൻ മാങ്ങ. അത് നമ്മൾ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പഴുത്ത മാങ്ങയാണ്. ചെറിയച്ഛൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്നത് അങ്ങനെ പഴുത്തിട്ടില്ല. ഇനി പഴുപ്പിക്കണം. ഇത് പിന്നെ ഇപ്പം ഇന്ന് കൊണ്ടുവന്ന് അവിടെ നിൽക്കട്ടെ. ഇത് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയത്. ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസത്തിന് ആ മാങ്ങണ്ടല്ലോ, അതിന് പഴുക്കട്ടെ. എന്നിടത്തോളൂ. മധുരണ്ടോ? നല്ല പഴുത്തുണ്ട് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന ആ ഒരു ബിസ്ക്കറ്റിൽ ഇതൊന്നും എടുത്തോട്ടെ. ചോക്കാണ്. ഇതാണ്. ഊണ് കഴിഞ്ഞ് മാങ്ങ കഴിച്ചു. ഒരു മധുരം ഇങ്ങനെ ഒന്ന് ബിസ്ക്കറ്റ് ഇടയ്ക്ക് ഇങ്ങനെ ഒരു പതിവുണ്ട്. ഊണ് കഴിഞ്ഞ സമയത്ത് കഴിക്കാൻ ഒരു മധുരം. അത് നമ്മൾ എരിവുള്ള കറിയല്ലേ. ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങുന്ന ബിസ്ക്കറ്റാണ്. അങ്ങനെ ടേസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല. അമ്മയ്ക്ക് ഒന്നുകൂടി കൊടുക്കട്ടെ.
നല്ല രസമുണ്ട്. ഇങ്ങനെ ഇരുന്ന് അത് ഈ കൂട് കഴിക്കാൻ ഒരു ഇതില്ല, കാരണം ഇത് 10 റുപ്യ തന്നെയാണ്. അപ്പോൾ ഈ കൂട് കഴിച്ചു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.